Hello everyone, welcome back to Salem Learning. It's me Anurekna, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും ഇപ്പൊ 6ാം ക്ലാസ് കഴിഞ്ഞ് നേരെ 7ാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അല്ലെ? ശരിയാണ്, നമ്മളിപ്പോ സീനിയേഴ്സ് ഒക്കെ ആവാനായി. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്തും കുറച്ചുകൂടെ കാര്യങ്ങൾ, കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്സും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ 7ലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ? അപ്പൊ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറയുവാണെങ്കിൽ ഇനി വെക്കേഷനൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം അല്ലെ? അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് റാഷണൽ നമ്പേഴ്സ്? യെസ്, നമുക്കറിയാം. P/Q ഫോമിൽ വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1/2, 1/2, 3/8, 5/9 ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ ഒരുമിച്ച് ഒരൊറ്റ സ്ട്രെങ്ത്തിൽ നമുക്ക് പഠിച്ചാലോ. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നല്ലോണം എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? 5/4 + 11/4. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഡിനോമിനേറ്റർ, മുകളിലുള്ള നമ്പേഴ്സിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴെ നമ്പേഴ്സിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുക അല്ലെ? അപ്പൊ ഈ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. സോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? യെസ്, നമ്മളെ ആൻസറിലും സെയിം ഡിനോമിനേറ്റർ തന്നെ വരും. എന്ത് മാത്രം ആഡ് ചെയ്ത് നോക്കാം? 5ഉം 11 അല്ലെ? 5ഉം 11ഉം മാത്രം ആഡ് ചെയ്താൽ നമ്മളുടെ ആൻസർ ആയി. സോ ആൻസർ വിൽ ബി 16/4. 16/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 4 ആയിരിക്കും അല്ലെ? അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിൽ സെയിം ഡിനോമിനേറ്റർ ആയിരിക്കും ആൻസറിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഇനി ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അതേപോലെയാണ് നമ്മൾ അഡിഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷനിലും ചെയ്യുക. അപ്പൊ സബ്സ്ട്രാക്ഷൻ നോക്കുമ്പോൾ അയ്യോ, ഇവിടെ ഡിനോമിനേറ്റർ എന്തല്ല? സെയിം നമ്പർ അല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം, ഇല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യുക? ഒന്നുമില്ല കേട്ടോ, അതും വളരെ എളുപ്പമാണ്. ഇനി നമ്മളെ ന്യൂമറേറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ക്രോസ് ആയിട്ട് ആദ്യത്തെ ന്യൂമറേറ്ററേയും രണ്ടാമത്തെ ഡിനോമിനേറ്ററേയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 6 എത്ര വരൂടാ? 18. ഇവിടെ മൈനസ് ചെയ്യാനല്ലേ തന്നത്? സോ -1 × 2, 2. ഇനി നമുക്ക് ഡിനോമിനേറ്റർ എഴുതാൻ താഴെ 2 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 6 എത്ര വരൂടാ? 12 എന്ന് വരും. അപ്പൊ 8ൽ നിന്ന് 2 കുറച്ചാൽ 16, 16/12 എന്ന് വരും അല്ലെ? ഇതിന് വേണമെങ്കിൽ ചെറുതാക്കിയും കൂടെ എന്ത് ചെയ്യാം? എഴുതാം. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത കേസിൽ എന്റെ മക്കൾക്ക് അഡിഷന്റെ കേസിലും എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് തന്നതെങ്കിലോ? ഒന്നുമില്ല, അത് ഇതിനേക്കാൾ എളുപ്പമാണ്. 2 റേഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ. 8 × 3 എത്ര വരൂടാ? 24 / 5 × 2 10 എന്ന് വരും. അപ്പൊ 24/10 ഈ ഒരു വലിയ ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കി എഴുതാം കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഡിവൈഡ് ചെയ്യാനാണെങ്കിലോ എന്താ നോക്കടാ? 6/8നെ 2/3 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യണം. സോ 2/3 കൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അവനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവനെ തല തിരിച്ചിടുമ്പോ എന്ത് വരൂടാ? 3/2. ഈ തല തിരിച്ചിടുന്നതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ആൻസർ ആയി. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് വേഗത്തിൽ അറിയാലോ. എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 6 × 3 എന്ന് പറഞ്ഞാൽ 18. പിന്നെ എന്ത് വരും? 8 × 2 എന്ന് പറഞ്ഞാൽ എത്ര വരൂടാ? 16. കാരണം ഇത് എളുപ്പത്തിൽ പറ്റും. ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അവന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എളുപ്പത്തിൽ റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അതുപോലെ ഡിവൈഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? ഇനി മുൻപോട്ടുള്ള ഓരോ ക്ലാസ്സിലേക്കും വേണം നോട്ട് ചെയ്ത് വെച്ചോളാം. സോ നിങ്ങൾക്കെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ, സീ യു.